ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കട്ട്ലേറ്റ് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. പൊടിഞ്ഞൊന്നും പോകത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ റെസിപ്പി ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് കട്ട്ലേറ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്, അതും ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ 3/4 കപ്പോളം ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ബീൻസ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4 വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പിടി മല്ലിയില കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. ഇത് ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ഇതിലേക്ക് ഞാനപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് 4 ബ്രെഡ് സ്ലൈസ് ആണ്. അപ്പോൾ ഞാൻ പഴം സ്നാക്സിൻ്റെ റെസിപ്പിയിൽ ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റിന് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ തന്നെ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒത്തിരി വഴന്നൊന്നും വരണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് ബീൻസ് അതുപോലെ തന്നെ പീസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് മസാലയ്ക്കുള്ള ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. പൊട്ടറ്റോ ചേർക്കുമ്പോൾ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാനിതിലേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഒത്തിരി നേരം കുക്കാവണ്ട കേട്ടോ. പീസ് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രം ഇത് മൂടി വെച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പീസ് ചെറുതായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യണ്ട, തുറന്ന് വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ആവി അടിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇതിൽ വീണിട്ടുണ്ടാവും. അതൊക്കെ നന്നായിട്ട് ഞാനിത് വറ്റിച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 3/4 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, അതായത് ചെറുജീരകപ്പൊടി ഉണ്ടല്ലോ, അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ മല്ലിയില മസാലക്കൂട്ടിൻ്റെ ചൂടിലാണ് കുക്കാവുന്നത്. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ചാറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാറ്റ് മസാല ഈ വെജിറ്റബിൾ കട്ട്ലേറ്റിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കട്ട്ലേറ്റിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മൈദ മിക്സ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു ലൂസിലാണ് കേട്ടോ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫില്ലിങ്ങിന് ചൂടാറിയിട്ടുണ്ട്. ഞാനപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ മൈദയുടെ മിക്സ് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഞാനൊരു പ്ലേറ്റിൽ 3 ടേബിൾ സ്പൂൺ മൈദ കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഈ മൈദയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് റെഡിയാക്കുന്നത്. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം. അതിനുശേഷം ഇതുപോലെ ഈ പ്ലേറ്റിൽ ഒന്ന് റോൾ ചെയ്യാം. അപ്പോൾ ആ സൈഡൊക്കെ നന്നായിട്ട് റൗണ്ടായിട്ട് വന്നോളും. നല്ലൊരു ടയർ ടൈപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കട്ട്ലേറ്റ് കാണാൻ നല്ലൊരു ലുക്കാണ്. അതുപോലെ തന്നെ സൈഡൊക്കെ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫില്ലിംഗ് ഒക്കെ ഈ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് മൈദ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ മൈദ മിക്സിൽ ഇത് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം കൈകൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കോരിയിട്ട് കൊടുക്കുന്നത്. രണ്ട് സൈഡിലും തിരിച്ചു മറിച്ചിട്ട് കോരിയിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാവരും ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിൽ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം കട്ട്ലേറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ അപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. കട്ട്ലേറ്റിൻ്റെ ഒരു സൈഡ് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് അടുത്ത സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റ് ഫ്രൈ ആയിട്ട് വരാൻ ഒത്തിരി സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഫില്ലിങ് ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. അപ്പോൾ രണ്ട് സൈഡും നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടിയാണല്ലോ ഇത് സെർവ് ചെയ്യാറ്. അപ്പോൾ ഞാനിതൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ 2 ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ കട്ട്ലേറ്റ് സെർവ് ചെയ്യാനായിട്ട് ഞാൻ 2 ചട്നി അതുപോലെ തന്നെ യോഗട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനിയൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഗ്രീൻ ചട്നി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ചട്നിയുടെ മുകളിലായിട്ട് ഞാൻ കുറച്ച് യോഗട്ട് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. യോഗട്ടിൽ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ടാമറിൻ്റെ ചട്നിയാണിത്, അതുകൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചട്നിയുടെ വീഡിയോ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താത്തത് കുറച്ച് ലെങ്തായി പോകുന്ന എഴുതിയിട്ടാണ് വീഡിയോ. അപ്പോൾ ഞാൻ അടുത്ത റെസിപ്പി ആയിട്ട് ഈ ചട്നിയുടെ വീഡിയോ ഇടാം. ഇതിൻ്റെ മുകളിലായിട്ട് കട്ട്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചട്നിയോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. യോഗട്ട് ചട്നിയോളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കട്ട്ലേറ്റ് ഈ ഒരു രീതിയിൽ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.